നമ്മളെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുക എന്നുള്ള 2020-ലും 2021-ലും ഒക്കെ എന്റെ ലക്ഷ്യങ്ങൾ പലതും ഞാൻ ലോസ് ചെയ്യുന്നു. നമ്മള് ഈ വർഷവും ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല റെസല്യൂഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് ജാനുവരി കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മളുടെ ആ റെസല്യൂഷൻസ് ഒക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. ഇത് നമ്മളുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ ലോകത്തുള്ള ഭൂരിഭാഗം ആളുകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 80 to 90% ആളുകളും ന്യൂ ഇയർ ആവുന്ന സമയത്ത് ഒരു റെസല്യൂഷൻ എന്നുള്ളത് വെക്കുന്നുണ്ടാവും. പക്ഷെ അത് ഒരു 1 month കഴിയുമ്പോ തന്നെ പലർക്കും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല, അത് ക്വിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിനുള്ള കാരണം എന്നുള്ളത് നമ്മള് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു ഉപരിതലത്തിലാണ്. നമ്മളില് എല്ലാവരും തന്നെ ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അത് ഉപരിതലത്തിലാണ് നമ്മൾ അത് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അകത്തു നിന്നുള്ള ആഴത്തിലുള്ള ഒരു മാറ്റം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. 2026-ലേക്ക് കടക്കുന്ന സമയത്ത് പല ആളുകളും അവരുടെ ജീവിതം മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ ഒരു തെറ്റായ വഴിയിലൂടെയാണ്. അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ന്യൂ ഇയർ റെസല്യൂഷൻ എടുക്കുക, നമ്മളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ലൈഫിൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ്. പക്ഷെ പല ആളുകളും ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു മാസവും 2 മാസവും ഒക്കെ കഴിയുമ്പോൾ അവർ അതിൽ പരാജയപ്പെടുന്നുണ്ടാവും, വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ മടങ്ങുന്നുണ്ടാവും. ഈ ഒരു മാറ്റം നമ്മളത് എന്ത് തന്നെ ശ്രമിച്ചിട്ടും നമുക്ക് ഈ മാറ്റം കൊണ്ടുവരാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മളെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മള് എല്ലാ വർഷവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ വർഷം ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് മാറും, ഞാൻ കൂടുതൽ ഡിസിപ്ലിൻഡ് ആയിട്ട് മാറും എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളുടെ മനസ്സിനോട് പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു മാറ്റം എന്നുള്ളത് ഉണ്ടാവണം എന്നുള്ളതില്ല. ഇപ്പൊ എന്റെ കാര്യത്തിൽ പോലും ഞാനും പല സമയത്തും 2020-ലും 2021-ലും ഒക്കെ എന്റെ ലക്ഷ്യങ്ങൾ പലതും ഞാൻ ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട്. ഞാനും 2021-ൽ ഞാൻ അത് ചെയ്യും, 2022-ൽ ഇത് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഞാൻ ഇതുപോലെ ലോസ് ചെയ്യുക എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് മോസ്റ്റ് ഓഫ് ദ ആളുകളിലും, അതായത് ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോകണം എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നുണ്ടാവും. ജാനുവരി ആവുന്ന സമയത്ത് ജിം എന്നുള്ളത് അറിയുന്നുണ്ടാവും. പക്ഷെ ജാനുവരി എൻഡ് എന്നുള്ളതാവുന്ന സമയത്തും ഫെബ്രുവരി എന്നുള്ളത് സ്റ്റാർട്ട് ആവുന്ന സമയത്തും ജിമ്മില് മറ്റാരും തന്നെ ഉണ്ടാവണം എന്നുള്ളതും ഇല്ല. ഇയർ എൻഡ് ആവുന്ന സമയത്ത് ഞാൻ ഇത്ര നാള് പോയിക്കൊണ്ടിരുന്നതിനേക്കാളും എന്റെ ഡയറക്ഷൻ എന്നുള്ളത് ചേഞ്ച് ചെയ്യണം എന്ന് പലരും വിചാരിക്കും. പക്ഷെ അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 2 മാസം കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി മാറുന്ന സിറ്റുവേഷനിലായിരിക്കും വരുന്നുണ്ടാവുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഉള്ള പല സിറ്റുവേഷൻസും നിങ്ങൾ പല ഗോളുകള് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ ഉപരിതലത്തിൽ സെറ്റ് ചെയ്തിട്ട് അത് നേടാൻ സാധിക്കാത്തത് കാരണം നമ്മളുടെ ഉള്ളില് ഒരു ഹെൽപ്ലെസ്നെസ് എന്നുള്ള ഒരു സ്റ്റേജ് നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ആവും. അതായത് ഞാനിത് എന്ത് തന്നെ സെറ്റ് ചെയ്താലും എന്നെ കൊണ്ട് ഇത് നടക്കില്ല എന്നുള്ള ബിലീഫ് പതിയെ നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ആവും. അങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാം. നമ്മളുടെ പല വർഷങ്ങള് നമ്മൾ അതേ ഒരു വീലിൽ തന്നെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ബിസിനസ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടാവും, പല സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴും നമ്മൾ ഒരു ലൂപ്പിലാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട, സീരിയസ് ആയിട്ട് ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്ത് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ കാര്യങ്ങള് എത്ര നിങ്ങൾക്ക് നിങ്ങളുടെ ആഴത്തിലേക്ക് ഇറക്കാനായിട്ട് പറ്റുമോ അത്രയും ആഴത്തിൽ ഇറക്കാനായിട്ട് ശ്രമിക്കുക. ഇത് അത്രയും ഗൗരവത്തോടുകൂടി തന്നെ കാണാനും ശ്രമിക്കുക. കാരണം നമ്മള് ഒരു കാര്യം കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ ഡേയില്
ഒരു മാറ്റം എന്നുള്ളത് വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ മാറ്റം എന്നുള്ളത് വരുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതുപോലത്തെ ദിവസങ്ങൾ ഇനിയും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും. സോ എല്ലാവരും ഒരു പെൻ ആൻഡ് പേപ്പർ എന്നുള്ളത് എടുത്തിട്ട് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ ഒന്ന് ഇരുന്ന് റിഫ്ലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ലൈഫില് ഒരു ട്രാൻസ്ഫോർമേഷൻ വരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് എന്നുള്ളത്. നമ്മള് ഒരു ശീലം തുടങ്ങുന്നത് വഴി നമുക്ക് ആ ഒരു ശീലത്തെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കൊണ്ടുപോകാനായിട്ട് കഴിയണം എന്നുള്ളതില്ല. അതിന് പകരം നമ്മളുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നത് വഴി മാത്രമാണ് നമുക്ക് ഒരു ശീലത്തെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവുക. ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.